കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം. 2025 ജനുവരി 1 മുതൽ റേഷൻ ഇടപാടിൽ അടിമുടി മാറ്റങ്ങൾ വരികയാണ്. ജനുവരി 1 മുതൽ റേഷൻ വിതരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുന്നതോടൊപ്പം റേഷൻ ഇടപാടിൽ കേന്ദ്ര സർക്കാർ സുപ്രധാന മാറ്റങ്ങളും നിർദ്ദേശങ്ങളും വരുത്തിയിട്ടുണ്ട്. എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും EKYC പൂർത്തിയാക്കേണ്ടതുണ്ട്. മുൻപ് ലഭിച്ചിരുന്ന അതേ അളവിൽ റേഷൻ എല്ലാവർക്കും ലഭ്യമാകില്ല. പുതിയ നിയമം അനുസരിച്ച് 2.5 കിലോ അരിയും 2.5 കിലോ ഗോതമ്പും ലഭിക്കും. നേരത്തെ 3 കിലോ അരിയും 2 കിലോ ഗോതമ്പും ലഭിച്ചിരുന്നെങ്കിൽ ഇത് 2 കിലോ ഗോതമ്പും 2.5 കിലോ അരിയുമായി കുറയും. അതേസമയം നേരത്തെ 5 കിലോ റേഷൻ ലഭിച്ചിരുന്നുവെങ്കിൽ 1/2 കിലോ ഗോതമ്പ് അധികമായി ലഭിക്കും. EKYC പൂർത്തിയായില്ലെങ്കിൽ സമാനമായ റേഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാകില്ല. ആയതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ ഗുണഭോക്താക്കളും EKYC പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. ഇനിയും ഒരുപാട് പേർ EKYC പൂർത്തിയാക്കാനുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവരും കിടപ്പ് രോഗികളുമാണ് ഇനിയും KYC പൂർത്തിയാക്കാനുള്ളത്. ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തവരും ഇനിയും KYC പൂർത്തിയാക്കാൻ കഴിയാത്തവരായുണ്ട്. അവർക്ക് ഐറിസ് സ്കാൻ ഉപയോഗിച്ച് ചെയ്യുവാനുള്ള സംവിധാനവും നടപ്പിലാക്കിയിട്ടുണ്ട്. EKYC പൂർത്തിയാക്കിയില്ലെങ്കിൽ ജനുവരി 1 മുതൽ റേഷൻ മാത്രമല്ല 1000 രൂപയുടെ അധിക ധനസഹായവും അർഹമായവർക്ക് ലഭിക്കില്ല. EKYC പൂർത്തിയാക്കിയ റേഷൻ കാർഡ് ഉടമകൾക്ക് 2025 മുതൽ 2028 വരെ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും. നഗരപ്രദേശങ്ങളിൽ 3 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള റേഷൻ കാർഡ് ഉടമകൾക്കും 100 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടോ വസ്തുവോ 4 ചക്ര വാഹനമോ ഉള്ളവർക്കും ഈ ആനുകൂല്യം ലഭിക്കില്ല. കേരളത്തിലെ മുൻഗണനാ കാർഡ് അംഗങ്ങളുടെ മാസ്റ്ററിംഗ് നടപടികൾക്കായി സംസ്ഥാന സർക്കാർ സമയപരിധി നീട്ടി നൽകിയിരുന്നു. 2025 ജനുവരി 1 മുതൽ റേഷൻ കാർഡ് സ്കീമിന് കീഴിൽ സർക്കാർ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കും. റേഷൻ വിതരണ സംവിധാനം പൂർണ്ണമായും സുതാര്യമാക്കുകയും ചെയ്യും. 2025 റേഷൻ കാർഡ് സൗകര്യം ദുരുപയോഗം ചെയ്യുന്നത് തടയാനും അർഹരായവരിലേക്ക് മാത്രം റേഷൻ എത്തുകയെന്ന ലക്ഷ്യവും മുൻനിർത്തിയാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സർക്കാർ EKYC നിർബന്ധമാക്കിയത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക.